ഇത് നിലമ്പൂർ അറ്റാക്ക്. ഞാൻ ബൈക്ക് ഓടിച്ചോണ്ട് പോയപ്പോ പട്ടികൾ കുറുകെ ചാടിയതാ. ഞാൻ ഓർത്തില്ല, കന്നിമാസായിരുന്നു. ഇതെന്താ 100ാം ദിവസം? ഹോസ്പിറ്റലിൽ 100 ദിവസം ആഘോഷിച്ച കേസല്ലേ. എന്ത് രസമായിരുന്നു അന്നൊക്കെ. കണ്ടില്ലേ ഇടവും പോലും സുശീല സാവിത്രി. ഇതാണ് ഷൊർണൂർ ഷോക്ക്. കഷ്ടിച്ച രക്ഷപ്പെട്ടത്. ഈ കിടക്കുന്ന കിടപ്പ് കാണുമ്പോ എനിക്കേ ചെരി വരും. ഇതെന്താ 45ാം ദിവസം? 45 ദിവസമേ ആഘോഷിക്കാൻ പറ്റുള്ളൂ. എന്റെ കയ്യിലിരിപ്പ് ശരിയായിരുന്നെങ്കിൽ 50 ദിവസം വരെ പോകേണ്ട കേസാ സർ. ഈ കാണുന്നതല്ല എന്റെ ലൈഫിലെ മേജർ ആക്സിഡന്റ്സാ. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതിലൊക്കെ തട്ടിപ്പോകേണ്ടതായിരുന്നു. അല്ല, ഇതെന്താ 15ാം ദിവസം? സർ സത്യത്തിൽ അത് 150ാം ദിവസം ആഘോഷിക്കേണ്ട കേസായിരുന്നു. 15 ദിവസം ആയപ്പോഴത്തേനും സിസ്റ്റർ മദറാവൂന്ന് പേടിച്ച് എന്നെ എടുത്ത് വെളിയിൽ കളയുന്ന ഫോട്ടോയാ സർ. ഈ കാണുന്ന അറ്റാക്കിൽ എന്റെ 2 കാല് മാത്രം ഒടിഞ്ഞിട്ടുള്ളായിരുന്നു. അപ്പൊ തന്റെ കൈക്ക് എന്താ പറ്റിയത്? സിസ്റ്റർമാരുടെ തോളിൽ കൈയിട്ടതാ. അത് കണ്ടുകൊണ്ട് വന്ന ഡോക്ടർ തെറ്റിദ്ധരിച്ച് എന്റെ കൈ 2 തല്ലി ഓടിച്ചു. ഇതെന്തോടോ കമ്മിങ് സൂൺ? അതെ. ഇനി വരാനിരിക്കുന്ന ആക്സിഡന്റിന്റെ ഫോട്ടോസ് ഒട്ടിക്കാനുള്ള സ്ഥലമാണിത്. കമ്മിങ് സൂൺ. എപ്പോഴാണാവോ ഇനി ഒരു ആക്സിഡന്റ് വരുന്നത്? ഓഹോ, താനെന്തിനാ ഇത്രയും ഫോട്ടോ എടുത്ത് വെച്ചിരിക്കുന്നത്? ഏറ്റവും കൂടുതൽ ആക്സിഡന്റിൽ പെട്ട ഒരാൾ എന്ന നിലയ്ക്ക് ഗിന്നസ് റെക്കോർഡ്സിൽ കയറുക എന്നതാണ് എന്റെ ലക്ഷ്യം. ഇന്നല്ലെങ്കിൽ നാളെ ഈ പാതാള ഷാജി ഒരു ഗിന്നസ് ഷാജിയായി മാറും. ഓക്കേ. ഈ ഫോട്ടോകൾ കണ്ടപ്പോ എനിക്ക് ഒരു കാര്യം മനസ്സിലായി. താൻ ഹെൽമെറ്റ് യൂസ് ചെയ്യാറില്ലെന്ന്. സോറി സർ. എന്റെ ശരീരം മൊത്തം മറയ്ക്കാനുള്ള ഹെൽമെറ്റ് കമ്പനിക്കാർ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. എന്നാലും ഞാൻ ഹെൽമെറ്റ് ഉപയോഗിക്കാറുണ്ട്. അത് ബിവറേജസ് ക്യൂ നിൽക്കുമ്പോ മാത്രം. ഇനിയും ആക്സിഡന്റ് പ്രതീക്ഷിക്കുന്ന നിലയ്ക്ക് സ്വന്തമായിട്ട് ഹോസ്പിറ്റൽ തുടങ്ങുന്നതല്ലേ നല്ലത്. ഇനി ഹോസ്പിറ്റലിൽ പോകേണ്ട കാര്യമില്ല സർ. എന്റെ ശരീരം മുഴുവൻ കമ്പിയല്ലേ. അഥവാ ഇനി ഒടിയാണെങ്കിൽ നേരെ ശ്രീമുരുക വെൽഡിംഗ് വർക്ക്ഷോപ്പിൽ ചെന്നിട്ട് ഇങ്ങനെ വെൽഡ് ചെയ്ത് പിടിപ്പിച്ചാ പോരെ. പിന്നെ എനിക്കൊരു ഒറ്റ ദുഃഖം മാത്രമേ ഉള്ളൂ. കാന്തുള്ള സ്ഥലത്തൊന്നും പോയി നിൽക്കാൻ പറ്റില്ല. അതെന്താ? ശരീരം മൊത്തം കമ്പിയല്ലേ. കാന്ത് അള്ളിയിട്ട് പിടിക്കും എന്നെ. അല്ല, ഈ ആക്സിഡന്റിനൊക്കെ കേസ് കുറെ പറഞ്ഞു കാണുമല്ലോ. സോറി സർ. ഇതൊക്കെ കേസായി മാറിയിരുന്നുവെങ്കിൽ എനിക്ക് വേണ്ടി മാത്രം ഒരു കോടതി തന്നെ തുടങ്ങേണ്ടി വന്നേനെ. പിന്നെ എന്റെ ഭാഗ്യം എന്ന് വെച്ചാൽ പോലീസ് ഡിപ്പാർട്ട്മെന്റിലാണ് അധികവും എന്റെ ശിഷ്യന്മാർ. അവരെയൊക്കെ ഡ്രൈവ് പഠിപ്പിച്ചത് ഞാനല്ലേ. സാർ ഇവിടെ പുതിയതായതുകൊണ്ടാ. ഈ പാതാള ഷാജി എന്ന് പറഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റിൽ ഫേമസ് അല്ലേ. അപ്പൊ ഡിപ്പാർട്ട്മെന്റിലെ വലിയ ഏമാമാരായിട്ട് നല്ല പിടിപാടായിരിക്കും അല്ലേ? നമുക്കങ്ങനെ വലിപ്പ ചെറുപ്പമൊന്നുമില്ല. കട്ടബൊമ്മ മുതൽ കുട്ടിച്ചാട്ടം വരെ എന്റെ ശിഷ്യന്മാരാ. ഒരു കാര്യം വിളിച്ചു പറഞ്ഞാൽ എന്നാരും പറയില്ല. എന്റെ ശിഷ്യൻ വന്നു. അങ്ങനെ ഇറങ്ങി. ഇതാണോ കട്ടബൊമ്മൻ? വണ്ടികൾക്ക് വേണ്ടി അടവയ്ക്കാനുള്ള കട്ടകൾ വെക്കുകയാണ് ഇവന്റെ ജോലി. അട പോരാതെ വരുമ്പോ കട്ടയായിട്ട് ഇവനെ ഞാൻ എടുത്തു വയ്ക്കാറുണ്ട്. സമയം കളയാതെ എന്നെ അടുത്ത് ഇറക്കാശാനെ. ആ വക്കീൽ സാറിന്റെ പണി ഇന്ന് തന്നെ തീർക്കണം. വക്കീലിന്റെ പണി തീർത്തിട്ട് നീ എന്നെ കോടതി കയറ്റോടെ? അതല്ല, വണ്ടിയുടെ പണി തീർക്കുന്ന കാര്യമാണ് പറഞ്ഞത്. ഞാൻ അറിഞ്ഞില്ല. ഈ വണ്ടി കണ്ടിട്ട് നല്ല പരിചയം തോന്നുന്നു. ഇത് ഞാൻ പണിതാണോടാ? അതേടാ, നീ ആയിട്ട് പണി തന്ന വണ്ടി തന്നെയത്. എടാ മഹാഭാവി, ഈ കൊടിച്ചത് ഞാൻ പ്രതീക്ഷിച്ചില്ലടാ. എന്റെ ഫ്രണ്ടാ, വളരെ പ്രകാശൻ. ഇവന്റെ കോമഡി കണ്ട ചിരിച്ച് പൊങ്കാലായിട്ട് അടിച്ചു കൊല്ലാൻ തോന്നുന്നു. മിണ്ടരുത് സാർ. വണ്ടി ട്രയൽ പോവാൻ നോക്ക്. എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ എന്നെ അറിയിച്ചാൽ മതി. അടുത്ത വർഷാപ്പിൽ നാളെ വിളിക്കാം. എനിക്ക് ഡിപ്പാർട്ട്മെന്റിൽ അത്യാവശ്യം ചീത്തപ്പേരുണ്ട്. അതെനിക്കറിയാം. അറിയാലോ. പിന്നെ നീ ആയിട്ട് അതിന് മൈലേജ് കൂട്ടണ്ട. വാ നടക്ക്. ഞാൻ നിന്നെ മനഃപൂർവ്വം ചതിക്കുന്നു നിനക്ക് തോന്നുന്നുണ്ട്? അങ്ങനെ പറഞ്ഞ എടേ, നിന്റെ അച്ഛൻ കാലത്ത് ഇറങ്ങി വരുമ്പോ വണ്ടി എവിടെ കാണുമെന്ന് പറഞ്ഞോണ്ടല്ലേ തൽക്കാലം ഞാനൊരു നുണുക്ക് വിദ്യ ചെയ്ത് വണ്ടി അവിടെ കൊണ്ട് വെച്ചത്. അങ്ങനെ നുണുക്ക് വിധി ചെയ്യാനാണെങ്കിൽ എന്തിനാ കാശ് മേടിച്ചിട്ട് പോയത്? എടേ, തൽക്കാലം നീ പറയുന്നത് ഞാനൊന്ന് കേൾക്കാൻ പറ്റൂ? അല്ല, ഞാൻ പറയണെങ്കിൽ നിനക്ക് കേൾക്കാൻ പറ്റും. പറഞ്ഞു തൊലക്ക്. എടാ, അതിന്റെ പാർട്സ് വാങ്ങാനുള്ള കാശ് ഞാൻ സരസപ്പന്റെ കയ്യിൽ കൊടുത്തു വിട്ടതല്ലേ. എന്നിട്ട് എടേ, അവ ഒരു ഒടുക്കത്തെ പോക്ക് പോയിട്ട് ഇതുവരെ വന്നില്ലെന്നേ. എടേ, നിനക്കെന്നെ അത്രയ്ക്ക് വിശ്വാസം ഇല്ലെങ്കിൽ ആ സിംഗപ്പൂർ ആശാനോട് നമുക്ക് ചോദിക്കാം. നീ വന്നേ. എന്താ ശബ്ദം കേട്ടെ? അത് ഞാൻ വണ്ടിയിൽ ബ്രേക്ക് വയ്ക്കാൻ മറന്നുപോയി. നീ എങ്ങോട്ടാ പോകുന്നത്? പോയി കാണണ്ടേ? അത് ആശുപത്രി പോയാലും കണ്ടു. ഇത് പറയണ കേട്ടോ, വാട്സാപ്പിലെ ഒറ്റയ്ക്കേ ഉള്ളു. ബ്രേക്കും ക്ലച്ചും എല്ലാം ഞാൻ തന്നെ വെക്കണമെന്ന്. പിന്നെന്തോന്നു? അതെ, എത്ര സമയം ഞാൻ ഇവിടെ നിൽക്കണോ? വല്ലതും നടക്കുവോ? സരസപ്പൻ ഇപ്പം വരും. താൻ അവിടെ പോയിരിക്കും. സിംഗപ്പൂർ ആശാൻ ചോദിക്കാനെ. സരസപ്പൻ വന്നാ എവിടുന്ന്? കറണ്ട് ഓഫീസിൽ അടയ്ക്കാനുള്ള രൂപയും ബില്ലും കൊടുത്ത് ഇന്നലെ വിട്ടത് ആരണം കെട്ടവന്. എവിടെ ചിരക്കാൻ പോയി ആർക്കറിയാം. കേട്ടാ, ഇനി പണമടയ്ക്കാത്ത എന്റെ ഫീസെങ്ങാനും ഊരിയാൽ കത്രിയ പിടിക്കുന്നവന്റെ വിരളിനും വെട്ടും. സരസപ്പന്റെ വിരള് വെട്ടിയാ പിന്നെ ആശാൻ എങ്ങനെ കഞ്ഞി കുടിക്കും? എന്താ അവന്റെ വിരലുകൊണ്ടാണോ ഞാൻ കഞ്ഞി കുടിക്കുന്നത്? പിന്നല്ലാതെ. ഇയാൾക്ക് കണ്ണും കാതും കാണാതെ മുടിവെട്ടാൻ വരുന്നവരുടെ ചുണ്ടും മൂക്കും വെട്ടുന്നതല്ലേ പരിപാടി. ഇത് കണ്ട, എന്റെ മീശ വെട്ടാൻ വന്നതാ. മേൽച്ചുണ്ടാ വെട്ടിയിരിക്കുന്നത്. ഇയാൾക്കൊന്നും അറിഞ്ഞുകൂടന്നേ. എടാ, വണ്ടി നന്നാക്കാതെ എനിക്ക് കുടുംബത്തിൽ കയറാൻ പറ്റില്ലെന്ന്. നീ ഒന്ന് സമാധാനപ്പെടും. എന്തായാലും സന്ധ്യ ആവുമ്പോ നിങ്ങളുടെ ക്ലബിൽ അവൻ വരാറുണ്ടല്ലോ മേളം കൊട്ടാൻ. ഇന്നലെ അവൻ വന്നിട്ടുണ്ടായിരുന്നോ? എന്റെ അമ്മച്ചി സത്യമായിട്ട് ഇന്നലെ വന്നിട്ടില്ല. ഇനി എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. സരസപ്പനോടൊന്ന് ശരിയാക്കി വെക്കാൻ പറ. ഇവന്റെ തല എന്താ ബുൾസൈ പോലെ? നാളെ അരങ്ങേറ്റോ? ഇയാൾ രക്ഷപ്പെട്ട്. ഇവൻ രക്ഷപ്പെട്ട്. മറ്റവൻ രക്ഷപ്പെടുന്നതിന് മുമ്പ് അവൻ നമുക്ക് പോകണം. ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ? വവ്വാലിന് ജുബേമുണ്ട് ഇട്ട മാതിരി.
വണ്ടിയുടെ പാർട്സ് വാങ്ങാൻ 1000 രൂപ വാങ്ങിച്ചിട്ട് മുങ്ങുന്നോടാ. എനിക്കിത്തിരി മര്യാദ കുറവാടാ. അതല്ല നിനക്ക് എന്റെ പുറകിൽ കിടന്ന് ഓടുന്നത്. സരസപ്പ, എന്നെ എങ്ങനെ ഇട്ട് ഓടിക്കരുത്. എന്റെ മൂത്രത്തിലെ കല്ലളക്കും. ഇതൊരു എളുപ്പവഴിയുണ്ടല്ല. ആ ഇത് തന്നെ അമ്മാ കേറ്റോണ്. സ്വാമി ശരണമയ്യപ്പ. ഇതെങ്ങോട്ട് കേറിപ്പോടാ. അയ്യോ. കാലേ, ദൈവമേ, കാട്ടിലെത്തിയോ? അയ്യോ, ആ, അയ്യോ, കൊല്ലും ഞാൻ. നിക്കടാ അവിടെ. വഴി ബ്ലോക്കായി. പിടി പ്രകാശ. നീ എവിടെയാടാ ഞാൻ ഓടിയത്? ആനയെ കണി കാണാൻ വേണ്ടി ഓടിയതാ. ആണോ? അയ്യോ ആന. പൈസ മേടിച്ച് പറ്റിച്ച് കിടക്കണ പന്നി. എന്നെ ഒന്നും ചെയ്യരുത്, ഞാൻ സത്യം പറയാം. പറ. കാശ് അണ്ടർവെയറിന്റെ പോക്കറ്റില്ല. അവിടെ ഇവിടെ പിടിക്കല്ലേ, ഞാൻ അണ്ടർവെയർ ഇട്ടിട്ടില്ല. പിന്നെ അത് എവിടെയാടാ? അണ്ടർവെയർ അങ്ങ് സരള ചേച്ചിയുടെ നീ വീട്ടില്ല. എന്തിനാടാ അത് സരള ചേച്ചിയുടെ വീട്ടിൽ കൊണ്ട് ഞാൻ വെച്ചത്? അവിടെ കൊണ്ട് വെച്ചതല്ല. മിനിഞ്ഞാന്ന് രാത്രി ഞാനൊരു സ്വകാര്യം പറയാൻ വേണ്ടി പോയതാ. സ്വകാര്യം പറഞ്ഞ് തിരിച്ചു വന്നപ്പോഴും ഓർത്തത് അണ്ടർവെയർ അവിടെ ആയി പോയെന്ന്. സരളയുടെ വീട്ടിൽ ആ, നടക്ക്. ഞാൻ അച്ഛനോട് ഒന്ന് പറയും സരളിന്റെ അടുത്താന്ന്. ഇന്ന് മുതൽ ഈ അണ്ടർവെയർ ഊരിയിട്ടിട്ടുള്ള സ്വകാര്യം പറച്ചിൽ നിർത്തിക്കൊള്ളണം. സത്യം. അയ്യോ സരള ചേച്ചി ചീന്തിക്കൊണ്ടിരിക്കുക. നല്ല സമയം. അച്ഛൻ എടുത്തുണ്ടോ? നീ വന്നില്ലേ? ഓ നിധി എടുക്കാനൊന്നുമല്ലല്ലോ, അണ്ടർവെയർ എടുക്കാനല്ലേ. പോയി എടുത്തുണ്ടോ? വാ, വാടാ. ഭാഗ്യം സരള മാത്രമേ ഉള്ളൂ. ഞാൻ ആദ്യം ചെല്ലാം. ഡേ, ഓവർടേക്ക് ചെയ്യരുത്. പതുക്കെ. നിന്ന്. ഓ, നീ ആദ്യം ചെല്ല, എനിക്കിത് പരിചയമില്ല. എന്താണ് ഇവിടെ അണ്ടർവെയർ. പിരിവ്. അണ്ടർവെയറിന്റെ പിരിവോ? അല്ല ഈ ക്ലബിന്റെ പിരിവിന് വേണ്ടി വന്നതാ. പിന്നെന്തിനാ തിരിച്ചു പോയത്? അല്ല, ഇവിടെ ആരും കണ്ടില്ല, അതുകൊണ്ടാ തിരിച്ചു പോയത്. അപ്പൊ ഞങ്ങളൊന്നും ആൾക്കാരല്ലേ? അതല്ലേ തിരിച്ചു വന്നത്. ആ അതിരിക്കട്ടെ. പിരിവായിട്ട് നിങ്ങൾ എന്റെ കയ്യിൽ നിന്ന് എന്താ പ്രതീക്ഷിക്കുന്നത്? അങ്ങനെയൊന്നുമില്ല, ചേട്ടന് ഇഷ്ടമുള്ളത് തന്നാ മതി. ചേട്ടന്റെ ഈ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് ഒക്കെ വർക്ക് ചെയ്യോ? ചേട്ടാ ഈ വണ്ടി തുടയ്ക്കുന്നതല്ലാതെ ഓടിക്കുന്നത് കണ്ടിട്ടില്ലല്ലോ. ഓ ഒരു ദിവസം ഞാനും ഇതൊന്ന് ഓടിക്കൂടാ. വെറുതെ കള്ളം പറയല്ല. പോഴുന്നേറ്റ് ഈ വണ്ടിക്ക് എത്ര മൈലേജ് കിട്ടും? തീരെ കുറവാ. ആണോ? ഓടി ഓടി 36. അത് ശരി. നീ എന്താ കഥകളി കാണിക്കുന്നത്? അല്ല, എന്റെ അണ്ടർവെയർ ഇവിടെ ഉണ്ടോന്ന് അറിയാൻ വേണ്ടി വന്നതാ. നിന്റെ അണ്ടർവെയർ എങ്ങനെ ഇവിടെ വരുന്നേ? അത് കൊളക്കടവിൽ ഉണക്കാനിട്ടപ്പോ സരള ചേച്ചി അറിയാതെ എടുത്തോണ്ട് വന്നോന്ന് അറിയാൻ വേണ്ടി വന്നതാ. അതില്ലാതെ എനിക്ക് പോവാൻ പറ്റില്ല. അതെന്റെ ആശാന്റെ. എന്റെ അണ്ടർവെയർ തന്നെ ഇവിടെ ഇല്ല. പിന്നെയാണോ നിന്റെ അണ്ടർവെയർ? ഒന്ന് പോടാ. വേണ്ട, ഈ പ്രശ്നത്തിലൊരു കോംപ്രമൈസ് പറയാൻ വാസുവേട്ടൻ മെനക്കെടണ്ട. പിള്ളേരല്ലേ കുറിപ്പേ, കണ്ണന്തടിക്ക് മുണ്ടന്തടിയായിട്ട് നിന്നാൽ അവർക്ക് വാശി കൂടും. വാശിയോ? എന്നോടോ? ദേ അത് നോക്കി കണ്ടോ, സ്കൂട്ടർ പണിമുടക്കി അന്ന് മുതൽ ചോറ്റുപാത്രം തൂക്കി അവള് ഷട്ടലടിക്കുക. അതുകൊണ്ടാ പറഞ്ഞത് ഇക്കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ലെന്ന്. ആ വാസുവേട്ടാ, നല്ല അവിയലും സാമ്പാറും ഒക്കെ ഉണ്ട്. പെട്ടെന്ന് കൈകഴി ഇങ്ങോട്ടിരുന്ന് ഒരു പിടി അകത്താക്കാം. എന്റെ ഊടിന് സമയമായിട്ടില്ല. അല്ല, ഇതിന് ശാരദാമ്മ എന്തിനാ നടന്ന് കാല് കഴിക്കുന്നേ? രാധാകൃഷ്ണനെ വിട്ട് എടുപ്പിച്ചാ പോരെ? ആ അതെങ്ങനെ? ഞാൻ കൊണ്ടൊന്ന് വിളമ്പി കൊടുത്ത മുതലാളിക്ക് അലർജി അല്ലേ? ഓഹോ, ചെവി ഇങ്ങോട്ട് കൂർപ്പിച്ചു വെച്ചിരിക്കണോ? മര്യാദക്ക് പണിയാൻ നോക്കടാ. അതെങ്ങനെ? അവന്റെ കൈ കൊടുത്തയച്ച എന്തെങ്കിലും ഒന്ന് കഴിച്ചു എന്ന് വരുത്തിട്ട് തിരികെ കൊടുത്തയക്കും. ആ എന്ത് ചെയ്യാ, എല്ലാം നോക്കി നടത്തേണ്ട ഒരുത്തൻ വെറുതെ കാളകളിച്ച് നടക്കുകയല്ലേ. അവന്റെ പ്രായം അതല്ലേ കുറിപ്പേ? എന്ത് പ്രായം? 18ാമത്തെ വയസ്സ് മുതൽ പണിയെടുക്കാൻ തുടങ്ങിയവനാ ഞാൻ. കൈ കഴുകി ചെന്നിരുന്നാൽ എന്തെങ്കിലും ഉണ്ണണമെങ്കിൽ ഞാൻ തന്നെ ഉണ്ടാക്കണം. ഇതിപ്പോ അതുമല്ലതും അറിയണോ? സമയാസമയത്ത് വരിക, വെട്ടി വിഴുക, ക്ലബും കലാസമിതി എന്നും പറഞ്ഞു ഊരി കിട്ടുക. അല്ലാതെ എന്താ പണി? പ്രകാശിന് ഇപ്പൊ ദോഷ സമയ. 1 കൊല്ലം കൂടി കഴിയണോന്നാ പണിക്കര് പറയുന്നേ. എന്റെ ഒരു പണിക്കര് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. എവളൊറ്റ ഒരുത്തി അവന്റെ ഭക്ഷണത്തരത്തിനൊക്കെ വളം വെച്ച് കൊടുക്കുന്നത്. എല്ലാം മാറും, താ നോക്കിക്കോ. എന്തായാലും സ്കൂട്ടർ നന്നാക്കിയിട്ടേ പണി കിടക്കാവൂ എന്ന കൽപ്പനയൊന്ന് പിൻവലിക്കണം. എന്തോ അബദ്ധം പറ്റിയതാ. അവന് നല്ല വിഷമമുണ്ട്. മധുരിക്കും ഓർമ്മകളെ മലമഞ്ചൽ മലം മഞ്ചലിൽ കൊണ്ടുവരൂ എന്നല്ല, മലർ മഞ്ചൽ കൊണ്ടുവരൂ. മല ആര് മഞ്ചലിലെന്നും കൊണ്ടുവരും. സോറി മലർ മഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെയാ മാഞ്ചുവട്ടിൽ താങ്ക് യു. നന്നായിട്ടുണ്ട്. ഇനി പാട്ടറിയാന്നുള്ള ആരെങ്കിലും കൊണ്ട് പാടിപ്പിച്ചാ അത്രയ്ക്ക് മോശമായിരുന്നോ? ഇത് രണ്ടും നീ കൈകാര്യം ചെയ്യുന്നോണ്ടാ. ഹാർമോണി ആരെങ്കിലും വായിച്ചോ? പാട്ട് നമുക്ക് വേറെ ആരെങ്കിലും കൊണ്ട് പാടിപ്പിക്കാം. അത് മാത്രമല്ല, ശ്രുതി പലയിടത്തും പോയിട്ടുണ്ട്. അയ്യോ, ഇത് നിങ്ങൾ പറഞ്ഞ സത്യം പോയിട്ടുണ്ട്. നമ്മുടെ കുമാരണ്ണനോടൊപ്പം ഊട്ടി പോയിട്ടുണ്ട്, കൊടൈക്കനാൽ പോയിട്ടുണ്ട്, ഇപ്പൊ കന്യാകുമാരി പോയി. അവിടെ റെയ്ഡില്ലാന്ന്.
അത് ഏത് ശ്രുതി? നിങ്ങളുടെ കുഞ്ഞമ്മേരെ മോള് ശ്രുതി. ആ ശ്രുതിയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. തബലയുടെ ശ്രുതി പലയിടത്തും പോയിട്ടുണ്ടെന്ന്. തബലയുടെ തുതി ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. റമ്മായ നമഹ. ഇപ്പൊ എങ്ങനെ നോക്കിക്കോ. നിനക്ക് തില്ലാനെ അടിക്കാൻ അറിയാമോ? എന്ത് വേണമെങ്കിലും അടിക്കാം, പക്ഷെ സോഡ വേണം. എന്നാ ഞാനങ്ങട്. രാജ രാവിലെ നേരത്തെ വരണം, ചരക്കെടുക്കാൻ പോകണല്ലോ. അല്ല, നാളെ ഞാൻ ഉണ്ടാവില്ല. അതെന്താ? എനിക്കൊരു മരണം ഉണ്ടാവും. നീ മരിക്കാൻ പോവാ? അല്ല, എന്റെ അമ്മാവന്റെ. ഓ, കഴിഞ്ഞ ആഴ്ച ഇതേ അമ്മാവന്റെ പേര് പറഞ്ഞില്ലേ നീ അവധി വാങ്ങിച്ച എന്റെ? അന്ന് മനുഷ്യരെ പറ്റിച്ചു. പറ്റിച്ചെന്നോ? അല്ല, മരിച്ചില്ല. നാളെ എന്തായാലും ഉറപ്പാന്ന് SMS ഉണ്ടായിരുന്നേ. പോവാ. പെരും കള്ളനാ നീ. പൂര സീസൺ ആയില്ലേ, എവിടെങ്കിലും മേളം കാണും. അമ്മാവന്റെ കൂടെ കൊമ്പൂതാൻ പോവാനാ. പോയി ഊതട്ടെ. ഓടാ ഓടാ. ഈ ബലൂൺ പോലെ ഊതി വീർപ്പിച്ച പലതും സാമ്പത്തിക മാന്ദ്യം എന്ന് പറയുന്ന ഒന്ന് വന്നപ്പോൾ സോപ്പ് കുമ്പള പോലെ പൊട്ടിപ്പോയില്ലേ? കേട്ടില്ലേ? അവനാ എന്റെ പുന്നാര മോൻ. വാസുവേട്ടൻ എന്താ പറഞ്ഞത്? അവന് വിഷമമുണ്ട്, കുറ്റബോധമുണ്ട്. വിഷമത്തിന്റെ പാട്ടായി കേൾക്കുന്നേ. ഇന്നത്തെ ചെറുപ്പക്കാർ പിള്ളേരെ ഡീല് ചെയ്യാൻ നിങ്ങൾക്കറിയില്ല. ഞാനും ഈ പ്രായം കഴിഞ്ഞാ വന്ന വാസുവേട്ടൻ. അയ്യോ, അന്നത്തെ ചെറുപ്പമല്ല ഇന്നത്തെ ചെറുപ്പം. നിങ്ങളൊന്ന് ഇവിടെ നിൽക്കേ, ഞാനൊന്ന് നോക്കട്ടെ. റാണിയെ വഴിക്കണമെങ്കില് രാജാവ് എന്തെങ്കിലും പണിക്ക് പോണോടാ. ഒരു കണക്കിനാ എവിടെ പറഞ്ഞ് കോംപ്രമൈസ് ആക്കിയത്. എന്നിട്ട് ഇപ്പൊ പാട്ടും കൂത്തുമായിട്ട് ആഘോഷിക്കുക. അല്ല, ഞങ്ങളിങ്ങനെ ക്ലബിന്റെ വാർഷികത്തിന്റെ റിഹേഴ്സൽ നോക്കുക, അല്ലാതൊന്നുമല്ല. ഒടിയനോട് വേണ്ട മായങ്ങളി. ദേ യമണ്ടനാ താഴത്ത് നിപ്പുണ്ട്. എന്റെ ഈശ്വര, ഇങ്ങോട്ട് കയറാൻ തുടങ്ങിയതാ. ഞാൻ അത് അടുത്ത് നിർത്തിയത്. കയറിയിരുന്നെങ്കിൽ മധുരിച്ച ഓർമ്മകളൊക്കെ കഴിച്ചിട്ടിറക്കാൻ പറ്റാതായനെ. വണ്ടി എപ്പോ നന്നാക്കി കൊടുക്കും? ക്ലബിന്റെ പിരിവ് നാളെ മുതൽ തുടങ്ങിയല്ലേ. അത് തുടങ്ങിയതിന് ചേട്ടൻ ഞാൻ ക്ലിയർ ചെയ്തോളാം. ഓഹോ, അത് ശരി. അപ്പൊ ആദ്യത്തെ സംഭാവന പൊന്നുവീട്ടിൽ മഹാദേവന്റെ കയ്യിൽ നിന്നും വാങ്ങാനാണ് പ്ലാൻ അല്ലേ? അതാണല്ലോ പതിവ്. പതിവ് മാത്രമല്ലല്ലോ, ഒരു രാശി കൂടിയാണല്ലോ. അപ്പൊ നാളെ അവിടെ കാണാം. എടാ ചെല്ലപ്പാ, ഒളിച്ചത് മതിയടാ. ബലിയിടാനാണെന്നും പറഞ്ഞ് ലീവ് എടുത്തിട്ട് ഇവിടെ ഇരുന്ന് ആഘോഷിക്കുകയാണല്ലേ. കടപ്പുറത്ത് വെടിവെപ്പായതുകൊണ്ട് ബലിയിട്ടില്ല. നടക്കട്ടെ നടക്കട്ടെ. മഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ. ആ യമണ്ടന്റെ മനസ്സ് കുളിർപ്പിക്കുന്ന ചങ്കിത്തട്ടുന്ന ഏതെങ്കിലും ഒരു നല്ല പാട്ട് പാടാ. ഇല്ലെങ്കിൽ ഇങ്ങോട്ട് വലിഞ്ഞു കയറി വരും. പേടിക്കണ്ട, ഞാൻ രാജപ്പ താനെന്താ ഇതിങ്ങനെ രാത്രി തള്ളിക്കൊണ്ട് നടക്കുന്നത്? ഓടിക്കാനുള്ള ബാലൻസ് കിട്ടണമെങ്കിൽ ആദ്യം തള്ളി പഠിക്കണം സർല പറഞ്ഞിരിക്കുന്നത്. എന്നാ പിന്നെ ഇത് പകലായി കൂടെ? പകൽ എന്നെ കണ്ട ഇവിടുത്തെ അലവലാദികൾക്കൊക്കെ ഒരു പരിഹാസമാ. അതെ എടോ കുറുപ്പേ, അവര് ക്ലബിന്റെ വാർഷികത്തിന്റെ റിഹേഴ്സൽ എടുക്കുക. നാളെ തന്നെ വണ്ടി കണ്ടീഷനാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സൂര്യനായി തഴുകിയുറക്കമുണർത്തുമെന്നച്ഛനെയാണെനിക്കിഷ്ടം. എന്തു ചങ്കിക്കൊള്ളണ പാട്ടാ ഇത്. ചങ്കിൽ കൊള്ളാനുള്ള പാട്ടല്ല വാസുവേട്ടൻ, ചങ്കിൽ കുത്താനുള്ളതാ. തനിക്ക് എന്ത് കേട്ടാലും തല തിരിഞ്ഞ. കണ്ണാടി ഗ്രാമനിവാസികളെ, ആരോടും പറയാനാവാതെ ഉള്ളിലൊതുക്കിക്കൊണ്ട് നടക്കുന്ന നിങ്ങളുടെ വേദന തിരിച്ചറിഞ്ഞ് കണ്ണാടി യുവജന കലാവേദി ഏർപ്പെടുത്തിയിട്ടുള്ള വൻപിച്ച മൂലക്കുരു ചികിത്സാ ക്യാമ്പിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കണ്ണാടി ഗ്രാമപഞ്ചായത്തിലെ യുവജന കലാസമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഈ ക്യാമ്പിലേക്ക് എല്ലാവരെയും ഹാർദവമായി ക്ഷണിച്ചുകൊള്ളുന്നു. ഒറ്റമൂലി പ്രയോഗത്താൽ അനേകം ആളുകളുടെ അസുഖം മാറ്റിയ സാക്ഷാൽ അട്ടപ്പാടി അനേകം വൈദ്യർ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഇവിടെ എത്തിച്ചേരുന്നതാണ്. ഈ സുവർണാവസരം പാഴാക്കാതിരിക്കൂ. കടന്നു വരൂ. എല്ലാം ഓക്കെ. കഴിഞ്ഞ വർഷം ക്ലബ്ബ് നാടകവും ഗാനമേളയും നടത്തിയിട്ട് ഇതിന്റെ പകുതി ആൾക്കാരുണ്ടായിരുന്നില്ല. ഇപ്പൊ മൂലക്കുരു ചികിത്സാ ക്യാമ്പ് എന്ന് പറഞ്ഞപ്പോ പഞ്ചായത്ത് ഒന്നടങ്കം ഇരച്ചു വന്നിരിക്കല്ലേ. എനിക്കൊരു സംശയമുണ്ട്. ഈ മൂലക്കുരുവല്ല എണ്ണക്കുരുവായിട്ട് അങ്ങനെ പ്രഖ്യാപിച്ചാലോ? കഷ്ടോടാതെ ഇത്രയും കസേരയും വാടകയ്ക്ക് എടുത്തിട്ട് ഒരാൾ പോലും ഇരിക്കുന്നുമില്ല. കാശും പോയി. മുഖക്കുരു ചികിത്സിക്കാനല്ലല്ലോ അവര് വന്നത്, മൂലക്കുരു ചികിത്സിക്കാനല്ലേ. പിന്നെ എടാ, ഈ വൈദ്യുതി കൃത്യസമയത്തിന് എത്തുമല്ലോ. വൈദ്യരിങ് എത്താറായി. എന്റെ ബന്ധുവല്ലേ, പറഞ്ഞതാ. പക്ഷെ നീ പോയാ പ്രസിഡന്റ് ഒന്ന് ഇങ്ങോട്ട് വിളിച്ചോണ്ട് വാ. ഞാൻ ഓട്ടോ എടുക്കണേ. ഇത്തിരി
പെട്രോൾ അടിച്ചോ? ഓണയ്ക്ക് അനൗൺസ് ചെയ്തോ? പെട്രോൾ അടിക്കാനുള്ള കാശൊന്നുമില്ല ചേട്ടാ. പഞ്ചായത്ത് പ്രസിഡന്റ് മൈക്ക് കേൾക്കുന്നു. ബാനർ റെഡിയല്ലേ? എപ്പോഴേ റെഡി? എന്നാൽ ഇനി സമയം കളയണ്ട. നാട്ടുകാരുടെ മുമ്പ് പൊന്നുമോളൊന്ന് ഷൈൻ ചെയ്യട്ട്. കേറ്റി കെട്ടട ബാനർ കട്ടബൊമ്മ. അതെ, കഴിഞ്ഞ കൊല്ലത്തെ പോലെ അല്ലാട്ടാ. ഇവർക്കൊക്കെ കാശ് കൊടുക്കണം, ഞാൻ മാത്രം ഫ്രീ ഉള്ളൂ. ഇക്കൊല്ലം പറ്റിക്കില്ല. ബാറ്റ് കുത്തിയില്ലേ? എവിടെ കുത്താൻ? അത് ശരിയാ. കിട്ടിയതാരാട്ടാ? അതെ എനിക്ക് നിൽക്കാൻ വയ്യ. ഒരു പൈൻറ്റ് വാങ്ങിച്ചു ഓടാ തട്ടി. ഇത് ദീപരേലിന്റെ ക്യൂ അല്ല, മൂലക്കുരുവിന്റെ ക്യൂവാ. മൂടി പൊതച്ച് നിന്നാ ഞാൻ അറിയില്ല എന്ന് കരുതിയല്ലേ? അപ്പൊ ആശാനം ഉണ്ടല്ലോ ഇതിന്റെ അസുഖം. വെറുതെ അല്ല കടയിൽ വെച്ച് എന്നോട് ചൂടാവണത്. നാണം കെടുത്തല്ലേ നായിന്റെ മോനെ. ഷേവ് ചെയ്തിട്ട് വന്നൂടായിരുന്നു? ഇതിന് ഷേവ് ചെയ്യണം. അയ്യേ, ഞാൻ മുഖം ഷേവ് ചെയ്യണ കാര്യമാണ് പറഞ്ഞത്. എന്താടി സ്കൂളിന്റെ മുൻപിൽ ഒരു ആൾക്കൂട്ടം? ഇന്നലെ യുവജന ക്ലബിന്റെ മെഡിക്കൽ ക്യാമ്പ്. നിന്റെ ഫോട്ടോ ഇല്ലേ? മൂലക്കുരുവിന്റെ സ്പോൺസർ വന്നിട്ടില്ല. ഏതായാലും നല്ല ഫോട്ടോ. അയ്യോ, എന്നോട് ഇത്ര ബഹുമാനം കാണിക്കണ്ട. ഞാൻ ചിലപ്പോ വഷളായി പോവും. ഇരുന്നോളൂ. അത് നിന്നോടുള്ള ബഹുമാനം കൊണ്ടല്ല, അവർക്ക് അസുഖമുള്ളതുകൊണ്ടാ. അത് ഞാൻ അറിഞ്ഞിരുന്നില്ല. ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിന്നോളൂ. ഗ്ലാമറിനൊന്നും ഒരു കുറവുമില്ല. എന്നാലും എല്ലാത്തിന്റെ ബാക്ക് പഞ്ചറാണല്ലേ. അത് ശരി. അപ്പൊ നിങ്ങൾക്കുണ്ടല്ലേ ഈ അസുഖം? ചുമ്മാതല്ല ബുള്ളറ്റ് എടുത്ത് ഉരുട്ടിക്കൊണ്ട് പോകുന്നത്. ഓടിച്ചോണ്ട് പോവാൻ വയ്യല്ലേ? കള്ള നാണിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇടേ വൈദ്യരെത്തി. കട്ടബൊമ്മ സൽസഭ പെട്ടെന്ന് ആ മാല എടുത്തോടാ. മാല ഞാൻ ആദ്യം ഇടും. എനിക്കതാ ഇഷ്ടം. അയ്യോ, ഒന്ന് തിരിഞ്ഞ് ബാക്കൊക്കെ മാക്സിമം ആണ് തിരിഞ്ഞേക്കുന്നത്. നാട്ടുകാർ കമ്പിപ്പാരയ്ക്ക് കുത്തി മറിച്ചിട്ടേക്ക. അയ്യോ, അതെ, വർക്ക്ഷോപ്പിൽ വച്ചിരിക്കുന്ന അതേ സൈസിൽ പ്രിന്റ് ചെയ്യണം. അതിന്റെ സൈഡിലായിട്ട് പൊളിഞ്ഞ ഏതെങ്കിലും ബൈക്കിന്റെ ഫോട്ടോയും കൂടെ വെച്ചോ. അടി കിട്ടിയതാണെന്ന് ആരും അറിയണ്ട. ആക്സിഡന്റ് ആണെന്ന് കരുതിക്കോളും. എനിക്ക് ഗിന്നസ് ബുക്കിൽ കയറാനുള്ളതാ. ഫോട്ടോഗ്രാഫറെ, വിരോധമില്ലെങ്കിൽ എന്റെ ചന്തി എടുത്ത് ഒന്ന് കട്ടിലെറിഞ്ഞേക്കും. മുഴുവൻ പ്ലാസ്റ്റർ ഇട്ടോണ്ട. അയ്യോ, മതി മതി. അയ്യോ, ഒരു ഫോട്ടോ വേണ്ട വേണ്ട, എന്റെ ഫോട്ടോ എടുക്കണ്ട. പത്രത്തിലെങ്ങാനും വന്ന കടം വാങ്ങിയവരെല്ലാരും കൂടി വന്ന് എന്റെ 16 അടിയന്തരം നടത്തും. കോട്ട് സൂട്ട് വിട്ട് നടക്കുന്ന പല മാന്യന്മാർക്കും മൂലക്കുരുവിന്റെ അസുഖം ഉണ്ടെന്ന് ഇന്നല്ലേ എനിക്ക് മനസ്സിലായത്. നിന്റെ കുഞ്ഞമ്മയുടെ മകൻ അട്ടപ്പാടി അഴകേശം വരാതിരുന്നത് നന്നായി. അതെന്താ? വന്നിരുന്നെങ്കിൽ പൊട്ടക്കണ്ണനായിട്ട് തിരിച്ചു പോകേണ്ടി വന്നേനെ. അമ്മാതിരി അടിയല്ലേ അവന്മാരടിച്ചത്. അടി പിന്നെ സഹിക്കാം. വന്ന രോഗികളെല്ലാം കൂടെ എന്നെ പിടിച്ച് നിർത്തിയിട്ട് ചികിത്സിക്കാൻ വന്ന വൈദ്യൻ എവിടെയാടാന്ന് എന്നോട് ചോദിച്ചു. ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞതും എന്റെ നേരെ എല്ലാ രോഗികളും കൂടെ ചന്തിയും പൊക്കി കാണിച്ചിട്ട് എന്നാ നീ ചികിത്സിക്കടാ നായിന്റെ മോനെ എന്നും പറഞ്ഞോണ്ടിരുന്ന ഇപ്പായിരുന്നു. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. ബോധം വന്നപ്പോ ദാ കണ്ടില്ലേ, സ്വിഫ്റ്റ് കാറിന്റെ ബാക്ക് പോലെ ആയി. എന്താവും? ഓ, വന്നല്ല രാക്ഷസി. ഞാൻ വിചാരിച്ചത്രയും ഡാമേജ് ഒന്നും പറ്റിയിട്ടില്ലല്ലോ. വിചാരിച്ചത് എത്രയാണാവോ? സരസപ്പം പെറ്റുകിടക്കുവാണോടാ? അതേടാ, പെറ്റുകിടക്കുവാ. കുട്ടി ആണാണാ പെണ്ണാണെന്ന് നോക്കണ. ഈ കിടപ്പ് കുറച്ചു നാളത്തെ കൂടി നീട്ടിക്കിട്ടാൻ ഞാൻ ഒന്നുകൂടി സ്പോൺസർ ചെയ്യണോ? എനിക്കിതൊന്നും പുത്തരിയല്ല, പക്ഷെ ഇവന്മാർക്ക് ഇത് ഇച്ചിരി കൂടിപ്പോയി. സെക്രട്ടറി ഇവിടെ ഉണ്ടായിരുന്നോ? രക്ഷപ്പെട്ട് കളഞ്ഞല്ലേ? എന്തായാലും ഇത് കുറച്ച് കൂടി പോയി പൊന്നു. അവരൊരു തമാശ കാണിച്ചതല്ലേ, അതിന് ഇത്ര വേണമായിരുന്നോ? ഓഹോ, തമാശയായിരുന്നല്ലേ? എന്നാ ഞാനും ഒരു തമാശ കാണിച്ചു എന്ന് കരുതിയാ മതി. ഇനി എന്നോട് ഇതുപോലെ തമാശ കാണിച്ചാ കളി പഠിപ്പിക്കേ പൊന്നു.
സത്യം പറ, എന്റെ ഫോട്ടോ എവിടുന്നാ കിട്ടിയത്? എനിക്കറിയില്ല. കണ്ടുപിടിച്ചോളാം ഞാൻ. ചെലപ്പാ ഫോട്ടോയുടെ കാര്യത്തിൽ എന്നെ ഒറ്റ കൊടുക്കരുത്. ജോലി ഉണ്ടെങ്കിലേ വല്ലപ്പോഴും ലീവ് എടുക്കാൻ പറ്റുള്ളൂ, ഒന്നിച്ചു കൂടാൻ പറ്റുള്ളൂ. ചെല്ലപ്പാ വരുന്നു. അതെ, ഈ ഫുഡ് കഴിച്ചിട്ട് ഗുളിക കഴിക്കാൻ പറഞ്ഞു. ഗുളിക വേണമെങ്കിൽ ഞാൻ കഴിക്കാം സിസ്റ്റർ. ആഹാരം എന്നെ കൊന്നാലും ഞാൻ കഴിക്കില്ല. അതെന്താ? ആഹാരം കഴിച്ചാൽ